ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് തലശ്ശേരി ബിരിയാണിയുടെ മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കേണ്ടതെന്നുള്ളതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഏറ്റവും ആദ്യം നമുക്കൊരു പാൻ ചൂടാകാൻ വെക്കാം. അതിനുശേഷം കറുവാപ്പട്ട 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതുപോലെ ഗ്രാമ്പു നമ്മൾ എടുക്കുന്നുണ്ട് 1 ടേബിൾ സ്പൂണാണ്. ഏലക്ക ഏകദേശം 20 എണ്ണം. തക്കോലം എടുക്കുന്നുണ്ട് 3 എണ്ണം സ്റ്റാർ അനീസ്. ജാതിക്ക 1 എണ്ണം. 3 ജാതിക്കായുടെ തൊലി എടുക്കുന്നുണ്ട്. ജാതിപ്പത്തിരി 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഹാഫ് ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ എടുക്കുന്നുണ്ട്. അതുപോലെ ഹാഫ് ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പറും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഷാജീര 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. കസ്കസ് 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. 4-5 ബേ ലീവ്സ് നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് ചെറു ചൂട്ടിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അധിക നേരം ഒന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ്. പൊടിച്ചെടുക്കാൻ എളുപ്പത്തിനായിട്ടാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഗ്രൈൻഡ് ചെയ്ത് ഒരു പൊടിയായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു മസാലക്കൂട്ടാക്കി എടുക്കാം. അതിനായിട്ട് ഇത് നേരെ മിക്സിയിലോട്ടോ അല്ലെങ്കിൽ ഗ്രൈൻഡറിലോട്ടോ മാറ്റാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇത് പൊടിഞ്ഞു വരുന്നത് ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് നോക്കുക. അത് ആ മസാല പരുവത്തിന് കിട്ടണം. നമുക്ക് ആ സാധാരണ നമ്മളുടെ മസാല, ഗരം മസാലയൊക്കെ ഉണ്ടാക്കുന്ന ആ പരുവത്തിന് കിട്ടണം. ഇച്ചിരി കൂടെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിന്ന് എടുത്ത് നോക്കാം. ഇപ്പം നമ്മുടെ തലശ്ശേരി ബിരിയാണി മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ആ വീഡിയോ നിങ്ങൾ പോയി കാണുക.